താരസംഘടന അമ്മയിലെ കൂട്ടരാജി തീരുമാനം തള്ളി എക്സിക്യൂട്ടീവ് അംഗം സരയു മോഹൻ. താൻ രാജിവെച്ചിട്ടില്ല, ഇപ്പോഴും നിർവാഹക സമിതി അംഗമാണ്. കോലാഹലങ്ങളിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മോഹൻലാൽ രാജിവെച്ചതെന്നും സരയു മീഡിയ വണ്ണോട് പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ സരയുവുമായി നടത്തിയ അഭിമുഖത്തിലേക്ക്. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആടിയുലയുകയാണ് മലയാള സിനിമാ പ്രവർത്തകരുടെ സംഘടന, സിനിമാ താരങ്ങളുടെ സംഘടന അമ്മ. ഇന്നലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനിൽ ചേർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കൂട്ടരാജി സമർപ്പിച്ച വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ നമുക്കൊപ്പം സരയു ചേരുകയാണ്. സരയു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്, ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. സരയു, സ്വാഗതം. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണല്ലോ. എൻ്റെ ആദ്യ ചോദ്യം ഇതാണ്: ഐക്യകണ്ഠേന തന്നെയാണോ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എത്തിയത്? നമുക്ക് ഒരുമിച്ച് രാജിവെക്കാം എന്നുള്ളൊരു തീരുമാനമാണോ എല്ലാവരും എടുത്തത്? ഐക്യകണ്ഠേന എന്ന് എനിക്ക് സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ ഇതുവരെ കമ്മിറ്റിയിലെ രാജി സമർപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ആളുകളും അത്തരമൊരു നീക്കത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ഒരു ഫോളോ അപ്പ് ആയിട്ട് വരിക. അത്തരമൊരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേരുക. അതിന്റെ ഒരു ഫലമായിട്ടാണ് അതൊരു കൂട്ടരാജി എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത്. പക്ഷെ ടു ബി പ്രിസൈസ്, ഞാൻ രാജി സമർപ്പിച്ചിട്ടില്ല. അതായത് രാജി സമർപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെയാണ് ആ യോഗത്തിലും എടുത്തത്. അതെ, അങ്ങനെ തന്നെയായിരുന്നു യോഗത്തിലെ നിലപാട്. അങ്ങനെ തന്നെയാണ് ഞാൻ അവിടെ വ്യക്തമായി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. സരയു, നോക്കൂ, അങ്ങനെ ഏകപക്ഷീയമായി നേതൃത്വത്തിന് ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള അധികാരമുണ്ടോ? എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ പ്രസിഡന്റിന് ഒരു കമ്മിറ്റി ഡിസ്പേഴ്സ് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിരിച്ചുവിടാനുള്ള ഒരു അറിവ് സാധ്യതയാണ് മുമ്പിലുള്ളത്. കൃത്യമായ ഒരു അറിവ് ആ ഒരു കാര്യത്തിൽ എനിക്കില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു മൂവ് ഇങ്ങനെയായിരുന്നു. ഓക്കെ സരയു, ഞാൻ മനസ്സിലാക്കുന്നത് സരയു മാത്രമല്ല, ചില എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കൂടി രാജി സമർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ വാർത്തയല്ലല്ലോ. പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു രാജി സമർപ്പിക്കുന്ന കാര്യത്തിൽ. ഇപ്പോഴും കുറച്ചുപേര് അത്തരം ആശയങ്ങളോട് തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഈ ആശയ ഭിന്നത തുടരുന്നത് രാജിക്കാര്യത്തിൽ മാത്രമാണോ? അതല്ല, രാജി സമർപ്പിക്കുക എന്നുള്ള വിഷയത്തിലുള്ള ഒരു ആശയ ഭിന്നത തീർച്ചയായിട്ടും. ഒരു പക്ഷേ വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നയുടനെ അമ്മയുടെ നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാർത്താ സമ്മേളനം അമ്മ സംഘടന മാത്രം നടത്തേണ്ടി ഇരുന്നതാണോ, അതല്ല സിനിമാ മേഖലയിലെ മറ്റുള്ളവർ ചേർന്ന് ഒരുമിച്ച് നടത്തി ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതായിരുന്നോ? ആ വാർത്താ സമ്മേളനം തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ? അതും ഞാൻ വ്യക്തമായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അമ്മ മാത്രം അഡ്രസ് ചെയ്ത് നടത്തേണ്ടിയിരുന്ന ഒരു വാർത്താ സമ്മേളനമല്ല അത്. അമ്മയും അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു വാർത്താ സമ്മേളനമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പങ്കുവച്ചിട്ടുള്ള അഭിപ്രായം. ഓക്കെ സരയു, അതായത് നമുക്ക് തെറ്റ് പറ്റിപ്പോയി, അതല്ലെങ്കിൽ നമുക്കിത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്, അതുമല്ല നമ്മുടെ സഹപ്രവർത്തകർക്കെതിരെ ഇനിയും ആരോപണങ്ങൾ വന്നേക്കാം, അതുകൊണ്ട് നമുക്ക് ഈ കമ്മിറ്റി പിരിച്ചുവിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണോ എത്തിയത്? കമ്മിറ്റിയെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് അങ്ങനെ ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മോഹൻലാൽ, അദ്ദേഹം ഇത്തരം കോലാഹലങ്ങളും ഇത്തരം ഇടപെടലുകളിലും അധികം താല്പര്യമില്ലാത്ത, കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള സ്പേസിൽ വർക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതായിരിക്കാം അദ്ദേഹത്തെ ഇങ്ങനെ ഒരു മൂവിലേക്ക് നീക്കിയതെന്ന് ഞാൻ കരുതുന്നു. അതായത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലെ ആളുകളുടെ നിലപാടിനോട് വിയോജിപ്പുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമായി പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹം നാളെ മുതൽ നമ്മളുമായിട്ട് സഹകരിക്കില്ല എന്നുള്ള രീതിയിലൊന്നും അല്ല സംസാരിച്ചിട്ടുള്ളത്. സരയു, ഇപ്പൊ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ, മോഹൻലാൽ പ്രത്യേകിച്ച്, അദ്ദേഹം ഈ സംഘടനയുടെ തലപ്പത്ത് നിന്ന് രാജിവെച്ച് പോയപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സിനിമാ പ്രവർത്തകരായ ആളുകൾ പറഞ്ഞത് ഈ സംഘടന അനാഥമായി പോകുന്നു, അദ്ദേഹം ഒരു പക്ഷേ ഇനി സംഘടനയുമായി ചേർന്ന് യോജിച്ചു പോകുമോ എന്നുള്ള ആശങ്കയുള്ള ആളുകളുണ്ട്. അങ്ങനെ പൂർണ്ണമായി മോഹൻലാലിന് വിട്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലല്ലോ. സ്വാഭാവികമായും മലയാള സിനിമയുടെ എല്ലാമാണ് മോഹൻലാൽ എന്ന് പറയുന്ന താരം. അദ്ദേഹം ഇനിയും അമ്മയുടെ നിലപാടിനൊപ്പം അല്ലെങ്കിൽ അമ്മയുടെ പോരാട്ടങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്?
തീർച്ചയായിട്ടും അത്തരം ഒരു ആശങ്കയ്ക്ക് സാധ്യതയില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. അദ്ദേഹം ഞാൻ ഇനി എന്തായാലും ഇതിനോട് ചേർന്നൊന്നും പ്രവർത്തിക്കില്ല എന്നുള്ള രീതിയിലൊന്നുമല്ല അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം ഒത്തുചേരുന്നില്ല എന്നുള്ള രീതിയിൽ മാത്രമേ പങ്കുവച്ചുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അഭിപ്രായം തേടാനും നമ്മളെ ഒരു കാര്യനിർദ്ദേശിയായിട്ടും മാർഗനിർദ്ദേശിയായിട്ടും അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സ്ഥാനത്ത് ഇത്രയും ആളുകളെ ക്രോഡീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസ് ഇനി അങ്ങോട്ടും അടുത്തൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത് വരെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഇങ്ങനെയൊരു നിലപാടല്ല നമ്മുടെ സംഘടന എടുക്കേണ്ടത്, അതല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ നിലപാട് പറയേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം സംഘടനയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടോ, ആ യോഗത്തിൽ വെച്ചിട്ടുണ്ടോ? അല്ല, അദ്ദേഹം നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ അന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ സിദ്ദിഖ് പറഞ്ഞത് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു തന്നെയാണ്. നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ വ്യക്തിപരമായും സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരമൊരു പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ അത്തരമൊരു ക്വസ്റ്റ്യൻ എന്നുള്ളത് ആവശ്യമാണ്. അത് എല്ലാ മേഖലയിലും ആവശ്യമാണെന്ന് കരുതുന്ന ഒരാളാണ്. അപ്പം അതിന് എനിക്ക് ഭിന്നാഭിപ്രായമോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമോ ഒന്നുമില്ല. അത് നമ്മൾ എല്ലാവരും ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു. അലിഗേഷൻസ് വരികയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെടണം എന്നും വിശ്വസിക്കുന്നു. അതിൽ നമുക്ക് ഒരു തരത്തിലുള്ള വേറെ അഭിപ്രായവുമില്ല. അമ്മയുടെ എക്സിക്യൂട്ടീവിൽ തുടരണം, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിക്കരുത്, അല്ലെങ്കിൽ എനിക്ക് എക്സിക്യൂട്ടീവ് മെമ്പറായി തന്നെ തുടരണം എന്നുള്ളൊരാഗ്രഹം സ്വാഭാവികമായും സരയുവിന് ഇപ്പോഴും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഞാനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നുള്ള സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാശിയോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിടിവാശിയായിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എടുക്കേണ്ട ഒരു നിലപാട് ഇതായിരുന്നില്ല എന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നുണ്ട്. തന്നെയല്ല, ഞാൻ വോട്ട് ചോദിച്ച് വോട്ട് അഭ്യർത്ഥിച്ച് അമ്മയിലെ മെമ്പേഴ്സ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് വന്ന ഒരാളാണ്. അപ്പൊ കുറച്ചുകൂടെ അവരോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പേഴ്സണലി കരുതുന്നു.